പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിക്രമിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിനക്ക് പോവാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നീ പോകേയില്ല. ഇത് നേരത്തെ റെഡിയായി ഇറങ്ങുന്നുണ്ടല്ലോ, രാവിലെ പോയി. ഇനി എന്നാ നീ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇനി സമയം കിട്ടുമ്പോഴേ പറ്റുള്ളൂ. പക്ഷെ ഫുൾ ടൈം ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരാൻ പറ്റുള്ളൂ. ആ കുട്ടിയുടെ അമ്മ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാട്ടിലെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലി നോക്കുക, അതുകൊണ്ട് തന്നെ ആഴ്ചതോറും വരുവേ ഉള്ളൂ. ഞാൻ പോയ സമയത്ത് ഉടനെ തന്നെ ഇറങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാണാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യം പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കണം. എന്തായാലും കുട്ടിയെ നോക്കാൻ മാത്രം നീ അവിടെ നിൽക്കരുത്. നിനക്ക് അത്രയും വിദ്യാഭ്യാസവും നീ നേടിക്കഴിഞ്ഞിരിക്കുക. ഇനി ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്കും അതൊരു നാണക്കേടാ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ജയിലിൽ കിടന്ന നാണക്കേടിന് അത്രയാവുമോ ഈ ഒരു കുട്ടിയെ നോക്കണത്? അതുകൊണ്ട് ഞാൻ സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ ഒരു ദിവസം ആ കുട്ടി കാണാതിരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്ക് എപ്പോഴും അടുത്തുണ്ടാകണമെന്നൊരു തോന്നി തുടങ്ങി എന്നൊക്കെ പറയുക. അത് നിന്റെ കൂടെ ഫുൾ ടൈം നിന്റെ കൂടെ അല്ലേ? പിന്നെ കുട്ടിയുടെ കുസൃതിയും അതൊക്കെ വലിയ ഇഷ്ടത്തോടെ ഞാൻ കാണുന്നേ. എന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അതുവഴി മാറുന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുക അച്ഛൻ, നിനക്ക് എല്ലാ തരത്തിലും വേദയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലും നിനക്ക് എങ്ങനെയായിരുന്നു? അതുപോലെയാണോ നിനക്ക് ഈ കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നത്? അതെ, എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവിടെ ഒരു വേലക്കാരിയുണ്ട്, ഹിന്ദിയും മലയാളവും കൂടെ മിക്സ് ചെയ്താ സംസാരിക്കുന്നത്. എന്നാൽ കുട്ടിയാണെങ്കിൽ അവളെ വക വെക്കുകയില്ല. പേര് ഷീലയെന്നാ. എനിക്ക് അപ്പോഴപ്പോഴായിട്ട് ചായയൊക്കെ കൊണ്ടുവരും. ഞാൻ പോലീസാന്ന് അറിഞ്ഞ പിന്നെ അധികം വരുന്നില്ല. ചെറുതായിട്ട് പേടിപ്പിച്ച് നിർത്തിയിരിക്കുക ഞാൻ എന്നൊക്കെ അച്ഛനടുത്ത് പറയുന്നുണ്ട്. എന്തായാലും കുറെ ദിവസം കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് നിന്നെക്കുറിച്ച്. നിനക്കിപ്പോൾ അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാ. അത് ശരി തന്നെയാ. എനിക്ക് എന്തോ ഒന്ന് അവിടെ പിടിച്ചു നിർത്തുമ്പോൾ എനിക്കൊന്ന് തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അച്ഛനടുത്ത് യാത്രയും പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്, എന്തായാലും മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം, ഞാൻ അപ്പോഴപ്പോഴായിട്ട് വിളിച്ചോളാം എന്നൊക്കെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അടുത്തുള്ള ആമി അവിടെ നിൽക്കുന്നുണ്ട്. എന്താ ഭയങ്കര ഉത്സാഹത്തോടെ ഭയങ്കര ചിരിച്ചുകൊണ്ടൊന്ന് പോവുകയാണല്ലോ, എന്താ സന്തോഷം? എനിക്ക് പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കാണുന്നു തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ ഉറക്കി എഴുന്നേച്ചത് മുതൽ എനിക്ക് തോന്നുക എന്തോന്നില്ലാത്തൊരു അടുപ്പ് എനിക്ക് ആ കുട്ടിയുടെ അടുത്തുണ്ട്. ഞാൻ അച്ഛനടുത്തും പറഞ്ഞിട്ട് വരികയെ. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. സ്കൂളിൽ പോവാന്റെ സമയമായി കുട്ടിക്ക്. ഞാൻ പോയാലേ ഇത്തിരി ഭക്ഷണം വരെ ഇപ്പം കഴിക്കുള്ളൂ. എല്ലാത്തിനും ഒരു വാശി പിടിച്ച ഒരു കുട്ടിയാ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ചിലതൊക്കെ എന്നെ പേടിച്ച് ചെയ്യും. എനിക്കിട്ടിരിക്കുന്ന പേരാ ഷൺമുഖൻ. ഏതോ ഒരു കഥയിലെ രാജാവെന്ന് പറഞ്ഞാ ഇരിക്കുന്നേ. ഞാൻ പോയ സമയത്ത് തന്നെ എനിക്ക് കിട്ട പണി തന്നതുണ്ടാ നിങ്ങൾ ചിരിച്ചു പോവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയ സമയത്ത് എനിക്ക് തരുൺ സാറ് പരിചയപ്പെടുന്ന സമയത്ത് എന്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു തോക്കുമായിട്ട് വന്നു, കളിത്തോക്ക. എന്നിട്ട് പറയുക ഈ ഷൺമുഖനെ ഇവിടെ നിന്ന് ഓട്ടിക്കണമെന്ന്. അതുകൊണ്ട് എന്നെ ഓട്ടിക്കാന്റെ ചില പരിപാടികളൊക്കെ ആ കുട്ടി നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വന്നിട്ട് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആമി പറയുന്നുണ്ട്, ഇനി ആ സ്കൂളിലെ ഒരു ടീച്ചറായിട്ട് നമ്മുടെ കഥയിലെ നായിക വേദ അവിടെ എത്തിയാൽ എന്ത് ചെയ്യും? അതിന് സ്കൂളിലൊന്നും ജോലി അവൾക്ക് അങ്ങനെയൊന്നുമല്ല, ആ ഫീൽഡല്ലല്ലോ അവള് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എന്റെ ജീവിതം ഇത്തിരിയുടെ സന്തോഷപൂർണമായി തീരും എന്നൊക്കെ വേദയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ ഇനി ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ആമിയുടെ അച്ഛൻ പറയുക, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? ആ സമയത്ത് പറയുക ആമി, എന്തായാലും ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. വേദ എന്ന് പറഞ്ഞത് ഭാര്യയാണല്ലോ. പിന്നെ അവർ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ശത്രുവിനെ പേടിച്ചാണല്ലോ എല്ലാവരും ഒളിച്ചിരിക്കുന്നത്. സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ഒന്നിക്കും എന്നൊക്കെ ആമിയുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിക്രമിന്റെ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്കറിയുള്ളത് വെച്ച് പറയുക, എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കണം ആ മാഷൊരു പാവ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ തരുണ് ഫോൺ ചെയ്യുന്നുണ്ട്.
വിക്രമിനെ വിളിച്ചിട്ട് പറയുക, എന്താ ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ, കുട്ടിക്ക് പോവാൻ സമയമായി. അത് മാത്രമല്ല വാശി പിടിച്ചിരിക്കുക, ഇന്ന് ഷൺമുഖം വന്നാലേ ഡ്രസ്സ് ഇടുകയുള്ളൂ, അത് മാത്രമല്ല ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ്. എന്തെങ്കിലും ഒരു കാരണം വേണം കേട്ടോ അവക്ക്. ഇപ്പോഴാണെങ്കിൽ തന്നെ പറഞ്ഞിട്ടാ ഇപ്പോൾ ഞങ്ങളെ പേടിപ്പിക്കുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്താൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. ആ, എന്റെ ഷൺമുഖം വന്നെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് തരുണിന്റെ അമ്മ ബേക്കിന്ന് ഓടുവാ, കഴിച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരിക്കലും വക വെക്കുന്നില്ല. അവസാനം ഷീല വന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ഇനി വിട്ടേക്ക്, ഞാൻ ആരെന്നറിയാലോ, രാജാവ് പറയുന്നത് എല്ലാവരും കേൾക്കണം. അതുകൊണ്ട് കഴിച്ചില്ലെങ്കിൽ ഞാൻ നല്ല അടി തരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. തരുണിന്റെ അമ്മ ആ സമയത്ത് പറയുക, അയ്യോ വേണ്ട, പാവമാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ വിക്രമിനെ നോക്കി. ആ സമയത്ത് ഉടനെ തന്നെ വേദ വിളിക്കുന്നുണ്ട്. തരുണിന്റെ അമ്മ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. വേദയുടെ അടുത്ത് മോള് സ്കൂളിൽ പോയി എന്നൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ബോഡി ഗാർഡ് എത്തിയോ അവിടെ? വന്നിട്ടുണ്ട്, ഇത്രയും നേരം കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, സ്കൂൾ ബസ് വരാൻ സമയവും ആയി. ഞാനെങ്കില് മോളെ ഒന്ന് കൊടുക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുക ഗൗരിക്കുട്ടി അമ്മയുടെ അടുത്ത്. എന്നെ ഈ ഷൺമുഖം പേടിപ്പിക്കുക, എന്നെ അടിക്കുന്നുള്ളത് ചെയ്യുകയാണെങ്കിൽ അമ്മയാണെങ്കിൽ നല്ല അടി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ പരാതികളൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തായാലും വൈകുന്നേരം വിളിക്കുമ്പോഴത്തേക്കും അയാളടുത്ത് വിളിച്ചിട്ട് 2 വർത്തമാനം പറയാം, അത് മാത്രമല്ല നല്ല വഴക്കും കൊടുക്കാം, പോരെ പറയുന്നുണ്ട് വേദ. എന്നാ ശരി, എന്നാ വെച്ചേക്ക്, സ്കൂളിൽ പോകാൻ സമയമായില്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ ഇനി എന്നാ വരുന്നേ? അമ്മയെ കാണാൻ കൊതി തോന്നുന്നു. ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച എത്തുമല്ലോ, അതുവരെ മോള് അവിടെ അമ്മയായിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബോഡി ഗാർഡ് പറഞ്ഞ അതുപോലെ അനുസരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തരുണ് പറഞ്ഞ അനുസരിച്ച് തന്നെയാണ് ഇനി ഫുൾ ടൈം വേണ്ടി നിൽക്കാൻ വേണ്ടി റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തരുണിന്റെ അമ്മ പറയുക, ഇനി ഈ റൂമാ, അതിന് എനിക്ക് വേണം ഈ റൂം, ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട്. മോളെ നോക്കാൻ വേണ്ടി വന്ന ആളല്ലേ, അപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലാ താമസിക്കേണ്ടത്, ഈ റൂം ആ അങ്കിൾ എടുത്തോട്ടെ എന്നൊക്കെ പറയുക. എങ്കിൽ ശരി എടുത്തോ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ കളിക്കാൻ വേണ്ടി വന്നേക്കണം, എനിക്ക് കൂട്ടാരുമില്ല കളിക്കാനെന്ന്, ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാലോ. ഷീല ആണെങ്കിൽ എപ്പോഴും കളിക്കാൻ കൂടെ പോവായിരുന്നു, പക്ഷേ കൂടെ കളിക്കാൻ പോയെന്നാലും അവസാനം അവക്കിട്ട് പണി കൊടുക്കുകയുള്ളൂ എന്നൊക്കെ തരുണിന്റെ അമ്മ പറയുന്നുണ്ട് വിക്രമിന്റെ അടുത്ത്. ഇതൊക്കെ ഞാൻ കാര്യമായിട്ടൊന്നും എടുക്കില്ല, ഒരു കുട്ടിയുടെ കുസൃതിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത് ഞാൻ പലപ്പോഴും അതുകൊണ്ടാ എടുത്തെടുത്ത് പറയുന്നത്. ഇവളുടെ സ്വഭാവം അങ്ങനെയാ, കഴിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്താൽ പോലും ഓട്ടവാ. ആ സമയത്ത് വിക്രം പറയുക, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, എന്നെ ഇതിൽ കൊണ്ടു നടന്ന ഭക്ഷണം എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും അങ്ങനെയായിരുന്നു. ആ ഒരു ഓർമ്മ ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്താ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുക, അമ്മ മരിച്ചുപോയി, അച്ഛനുണ്ട്, ഇപ്പൊ ഞാനും അച്ഛനുമായിട്ടാ, പിന്നെ വൈഫ് പഠിച്ചുകൊണ്ട് നിൽക്കുക ദൂരെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കള്ളം പറയുകയാണെങ്കിലും മനസ്സിനകത്ത് നല്ല വിഷമം വെച്ചിട്ടാ പറഞ്ഞത്. അതെല്ലാം പക്ഷെ തരുണിന്റെ അമ്മ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇരുന്നപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്നായിരുന്നു. അങ്ങനെ ബസിന്റെ ബേക്കിൽ നിന്ന് പോകുന്നുണ്ട് സ്കൂളിലോട്ട്. അങ്ങനെ സ്കൂൾ ടീച്ചർ പറയുക, ഇത്തിരി അടിയൊക്കെ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്, നല്ല കുട്ടിയായിട്ടും ഇരുന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല അടി വാങ്ങും, അതാ സ്വഭാവം, ചെറിയൊരു കാര്യം മതി വഴക്കുണ്ടാക്കാൻ, പിള്ളേരെ അടിക്കുന്നു വെച്ചാൽ അടി കൊടുത്തിരിക്കും, കുറെ കംപ്ലൈന്റ്സ് എഴുതി കുറച്ച് നാളത്തേക്ക് ഇടയിൽ കിട്ടിയിട്ടുമുണ്ട് എന്നൊക്കെ വിക്രമിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്താ, ഇത്രയും ഇത് ഒരു പോലീസുകാരന്റെ മകളായതുകൊണ്ടായിരിക്കും എന്ന് അവിടുത്തെ ടീച്ചറിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ടീച്ചർ പറയുക, ഞാൻ ഇയാളെ എവിടെ വെച്ചു കണ്ട പരിചയം പോലെ തോന്നുന്നുണ്ട്, എവിടെയാണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, അത് തോന്നലായിരിക്കും, ഞാൻ ഇവിടെയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്, പോലീസിലാ എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്. ടീച്ചർ വിശ്വസിക്കുകയും എന്നാലും ടീച്ചറിന് ആ മുഖം എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നുകയെന്ന് വിക്രമിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വിക്രം ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് മാറി പോകുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും വീണ്ടും ഗൗരിക്കുട്ടി വരുന്നുണ്ട് വിക്രമിന്റെ അടുത്ത്. വന്നിട്ട് കഴിക്കാൻ മടിച്ചിട്ട് പറയുക, അതിനകത്ത് ഉറുമ്പ, ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയാലോ എല്ലാരും വിളിച്ച് അങ്ങനെ വഴക്ക് പറയുള്ളൂ.
അങ്കിളല്ല, എന്റെ ഷൺമുഖനാ. അതുകൊണ്ട് ഞാൻ മനസ്സിരിക്കാം. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ഭക്ഷണം വേണ്ട, എനിക്ക് വേറെന്തെങ്കിലും വേണം. എങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ ആഹാരം കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ എനിക്ക് അറിയാലോ, ഇതിനൊക്കെ കിട്ടുന്നത് അച്ഛന്റെ കയ്യിൽ നിന്ന് അടിയാ. പോലീസിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി വാങ്ങിച്ചു തരണോ? എങ്കിലും വേണ്ട, ഞാൻ വേറെ കഴിക്കാം, എനിക്ക് ഇഷ്ടമുള്ള വേറെ വാങ്ങിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ തരുണ് പോയിട്ട് ഐസ്ക്രീമും ചപ്പാത്തിയും വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് ചപ്പാത്തി വേണ്ട, ഞാൻ ചപ്പാത്തി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ സാധനം കണ്ടോ, ഹായ് ഐസ്ക്രീം. എങ്കിൽ ഈ ഐസ്ക്രീമില് ഞാൻ ചപ്പാത്തി വെച്ച് തട്ടെ കഴിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് പറയും, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുട്ടിയാണെങ്കിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ മനസ്സിലാക്കി ആ രീതിയിലോട്ട് കുട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഗൗരി ആണെങ്കിൽ ഭയങ്കര അടുപ്പം അതിനെ പിന്നെ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം കൊടുത്ത ഒരു വിധത്തില് വശത്താക്കിയെന്ന് തന്നെ പറയാം ഗൗരിയെ. അതുകൊണ്ട് എപ്പോൾ എന്ത് പറഞ്ഞിരുന്നാലും അനുസരിക്കുന്ന ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞെന്ന് വിക്രമിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും ഏത് സാധനം വേണമെങ്കിൽ അങ്ങിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ക്ലാസ്സിലിരിക്കുകയാണെങ്കിലും ഇവിടെ ഈ എന്റെ ബോഡി ഗാർഡിനെ എപ്പോഴും കാണണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും വേദക്കുട്ടി. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നുണ്ട്. അവിടെ വെച്ച് തരുണിന്റെ അമ്മ പറയുക, ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയെ കാണണം അച്ഛയെ കാണണമെന്നും അല്ല കരഞ്ഞത്. എനിക്ക് എന്റെ ബോഡി ഗാർഡ് ഇവിടെ വേണമെന്നാ പറഞ്ഞ്. എന്തോന്നോ ഒരു സ്വപ്നം കണ്ടു, ബോഡി ഗാർഡ് വരുന്നേട്ടെന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടു. അതുകൊണ്ട് എനിക്കിപ്പം കാണണമെന്ന് പറഞ്ഞിരുന്ന് കരച്ചിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു രാവിലെ എത്തുമെന്ന്. പക്ഷെ അവളുടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നാലും ഭയങ്കര വിഷമത്തിലാവുന്നതാ. തരുണിന്റെ സ്വഭാവം അവൾക്ക് വേണ്ടി എന്തും ചെയ്യും, ആ ഒരു പ്രകൃതമാ. അതുകൊണ്ട് മാത്രമാ ഇവരുടെ ജീവന ഭീഷണിയുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങള് മോനെ ഏർപ്പാട് ചെയ്തത് എന്ന് തരുണിന്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാം എന്റെ അടുത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തരുണിന്റെ അമ്മയുടെ അടുത്ത് വിക്രം പറയുക. പക്ഷെ ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിൽ കാണാൻ രീതിയിൽ അടുത്തെത്തിയിരിക്കുക. സ്വന്തം മകള് തൊട്ടടുത്ത് കൊഞ്ചലോടെ നോക്കുന്നത് മകളെന്നറിയും. ആ സ്നേഹത്തിൽ ഗൗരിക്കുട്ടി വീഴുന്നുണ്ട്. ഒന്നാത് ഐസ്ക്രീം കൊടുത്തത് പിന്നെ തന്നെയാ ഭയങ്കര ഇഷ്ടവും. എപ്പോഴും അടുത്ത് വന്നിരുന്ന് വിക്രമിന്റെ അടുത്ത് ഓരോന്ന് ആവശ്യപ്പെടും. ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് വിക്രമിനെ കൊണ്ട് തന്നെ വീണ്ടും ചെയ്യിപ്പിക്കും. അതൊക്കെ ഒരു കുസൃതിയായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. തരുൺ വിളിച്ചപ്പോഴത്തേക്കും പറയുക, എത്ര തീരുമാനം എടുത്തിരുന്നാലും നമ്മുടെ കുട്ടി നമുക്ക് വലുത് തന്നെയാ. അതുകൊണ്ട് എത്രയും നല്ലതുപോലെ ശ്രദ്ധിക്കൂ, അത്രയും നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഓഫീസിലെ വേദിയെ കാണാൻ അവിടുത്തെ തന്നെ തമിഴ്നാട്ടിലെ മിക്ക നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്, എല്ലാം ഒത്തുതീർപ്പാക്കാൻ. പക്ഷെ ഒന്നിനും വേദ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. ഇതിൽ വലിയൊരു പ്രത്യാഘാതം തന്നെ ഉണ്ടാകാൻ പോകുന്നത്. അത് ഏത് തരത്തിലാ വന്ന് ഭവിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് തരുണ്. മോൻ എന്തായാലും അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. ശത്രുക്കൾ കൂടുതലുടുമ്പം വേദിക്കും ഒരു എന്ത് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അത് ശരി തന്നെയാ. പക്ഷെ എല്ലാം ഉണ്ടാക്കി വെച്ചത് അവള് തന്നെയാ. ആര് പറഞ്ഞെന്നാലും ഒന്നും കേൾക്കില്ലല്ലോ. പ്രശ്നങ്ങളിൽ പോയി തലയിടാൻ പോവല്ലെന്ന് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നവരുന്നായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അവിടെ ജോലി സത്യസന്ധമായിട്ട് ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും ഇത് ശത്രുക്കളൊക്കെ ഉണ്ടാവും. നീ അതുകൊണ്ട് പേടിക്കണ്ട, നിനക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നീ ഒരു തരത്തിലൊക്കെ മാറ്റിക്കൊണ്ട് വന്നു. പക്ഷെ വേദ അങ്ങനെയല്ല, അവളൊരു യഥാർത്ഥ വക്കീലും കൂടെയാണെന്ന് അറിയല്ലോ. നീതിക്ക് വേണ്ടി അവൾ എത്രയായിരുന്നാലും പോരാടും, അത് ഏത് ജോലിയിൽ ഇരുന്നാലും. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഈ നിലയിൽ ഇന്ന് അവൾ എത്തിയതും അത് നമുക്ക് ഓർമ്മ വേണം കേട്ടോ തരുണേ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. അങ്ങനെ വേദയെ വിളിക്കുന്നുണ്ട്. മോളെ സൂക്ഷിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നോക്കണം ലീവ് കിട്ടുമ്പോഴൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് തരുണിന്റെ അമ്മ. എന്തായാലും ഞാൻ വരുന്നുണ്ട്, എനിക്ക് മോളെ കാണണം എന്നൊക്കെ വേദ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേദയുടെ അടുത്ത് പറയുക തരുണിന്റെ അമ്മ, നാളെ മോളെ കാണാൻ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? എനിക്ക് സന്തോഷമായി, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ആ സമയത്ത് വിക്രം വന്ന് ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് നമ്മളെയൊക്കെ മറക്കുവോ ഇനി അമ്മയും അച്ഛനും എല്ലാവരും വരുമ്പോൾ? അത് ഞാൻ മറക്കുവോ? എന്റെ ഷൺമുഖനാണെങ്കിൽ ഷൺമുഖന്റെ സ്നേഹം എനിക്ക് ഷൺമുഖന്റെ അടുത്തേ ഉള്ളൂ. അമ്മ ഒരുപാട് കഥ പറഞ്ഞു തരും. അത് ഈ ഷൺമുഖം പറയണതിന്റെ കഥ പോലെ തന്നെയാ. അത് കുറെ സാമ്യമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ കഥകളൊക്കെ കേട്ട് കേട്ട് വിക്രമിന്റെ മടിയിലിരുന്ന് തന്നെയാണ് ഗൗരിക്കുട്ടി ഉറങ്ങുന്നുണ്ട്. അങ്ങനെ തരുണിന്റെ അമ്മ കൊണ്ടുപോയി കിടത്തുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് സാറിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടാക്കിയ ആൻഡ്രു സാറ് ചോദിക്കുക, നിനക്കെന്താ ജോലിക്ക് ഇഷ്ടപ്പെട്ടോ, കുട്ടി എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുക. അത് ഭയങ്കര കുസൃതിക്കുക. എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സാറ് പറഞ്ഞതല്ലേ, ആ കാര്യം ഞാൻ ഏറ്റിരിക്കും. ഈ കുറച്ചു നാളത്തെ കാര്യമുള്ളൂ, അത് കഴിയുമ്പോ നമുക്ക് നല്ല ജോലിക്ക് ശരിയാക്കാം. അതുവരെ നീ അവിടെ പിടിച്ചു നിൽക്ക് എന്നൊക്കെ പറയുക. വേദിയുടെ കാര്യം വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വിവരവും ഇല്ല, പക്ഷേ ഞാൻ ഇറങ്ങി ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അവള് എത്തിയിരിക്കും എന്നെ കാണാൻ. അത് അങ്ങനെയല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹം. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല, ശത്രുക്കൾ ഇനി ഏത് തരത്തിലാ വീണ്ടും വരുന്നതെന്ന് അവക്കറിയാം. അതുകൊണ്ടാ കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കുന്ന എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല വേണ്ടി സംഭവിക്കുള്ളൂ. നീ അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട. വേദ നിന്റേതല്ലേ, എപ്പോഴായിരുന്നാലും അവൾ നിന്റെ അടുത്ത് തന്നെ എത്തും എന്നൊക്കെ ആൻഡ്രു സാറ് പറയുന്നുണ്ട്. എനിക്കതറിയാം, ആ ഒരു വിശ്വാസത്താൽ തന്നെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ അത്രയ്ക്കും അനുഭവിച്ചല്ലോ നമ്മൾ ഈ നാട്ടിൽ കിടന്ന്. അതിന്റെ ഒരു വിപരീതമായിട്ട് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാവും എന്റെ വേദ എനിക്ക് വേണ്ടിയായിരിക്കും മാറി നിൽക്കുന്നത് എന്നൊക്കെ ആൻഡ്രു സാറിന്റെ അടുത്ത് പറയുന്നുണ്ട് വിക്രം.